പ്രവീണ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വാർത്തകൾ വളച്ചൊടിക്കരുത് ദയവായി. ഞാൻ കുറെ നാൾ ഈ ജോലി ചെയ്തല്ലേ. അതില്ല അല്ല, അതെ അത് സത്യം, അത് പറഞ്ഞാൽ മതി. ഒന്നുകൂടെ പറയും. അതായത് ഇവിടെ നിന്ന് കൗൺസിലർമാർ ബഹിഷ്കരിച്ചിറങ്ങി പോകുന്നു, ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെ പ്രവർത്തകരുടെ പുറകെ ചെല്ലുന്നു. അവർ UDF കൗൺസിലർമാർക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അതിനുശേഷം അവർ കൂകി വിളിക്കുന്നു. അതെ, പക്ഷേ അത് ചാനലുകൾ ഇപ്പൊ കൊടുക്കുന്നത് എന്താണെന്നറിയോ? ആരോഗ്യമന്ത്രിയെ കൂകി വിളിച്ച് പ്രവർത്തകർ. അങ്ങനെയാണോ പ്രവീണെ? ഇവിടെ സുരേഷ് കുമാർ സംസാരിച്ചപ്പോഴല്ലേ കൂവലുണ്ടായേ? നിങ്ങൾ ഇത്രയും മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? പ്രവീൺ എങ്ങനെയാ വാർത്ത കൊടുത്തേ? ഇല്ല ഒന്നും വേണ്ട. അല്ല ഞാൻ ഒന്നും വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രവീണെ, വളരെ സ്നേഹത്തോടെ. അല്ല ഇല്ലില്ല, വേണ്ട, ഒന്നും വേണ്ട. അല്ല, ഞാൻ പ്രവീണിനോട് ചോദിക്കട്ടെ. പ്രവീൺ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പ്രവീൺ എന്നെ അറിയാലോ. പ്രവീൺ റിപ്പോർട്ടർ ജോയിൻ ചെയ്യുന്ന സമയത്തും അതിനു മുമ്പ് റിപ്പോർട്ടർ വരുന്നതും ഒക്കെ എങ്ങനെയാന്ന് പ്രവീൺ അറിയാലോ. അവര് വരാൻ പറഞ്ഞാൽ മതി. കാണിച്ചു. ഏഷ്യാനെറ്റും നിങ്ങളും കൂടെ വന്നോളൂ, അവരും കൂടെ വന്നോളൂ. കാണിച്ചു. ഞാൻ മറുപടി പറയാലോ. അല്ലല്ല, അത് ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഏഷ്യാനെറ്റാണ് ഇടനില നിൽക്കുന്നത്. അല്ല ഇല്ലില്ല, ഇത് റിപ്പോർട്ടർ ചാനലല്ലേ? ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ. പ്രവീൺ ഒന്ന് പറഞ്ഞോളൂ. അല്ല, റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തേക്കുവാ. അതിൽ ഞാൻ ഏഷ്യാനെറ്റിനോട് ചോദിച്ചില്ലല്ലോ. ഞാൻ റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നതിന് ഏഷ്യാനെറ്റ് എന്ത് അസ്വസ്ഥതയാവുന്നത്? അതിലേ പിന്നെ ഇവിടെ സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴല്ലേ കൂവി വിളിച്ചേ? പക്ഷേ റിപ്പോർട്ടറിന്റെ ബ്രേക്കിക്ക് പോകുന്നത് ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ എന്നാണോ? ഞാൻ സംസാരിച്ചപ്പോൾ ഒരാളേലും സംസാരിച്ചോ? ചാനൽ റിപ്പോർട്ട് ചാനൽ കൊടുക്കുന്നതായിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഇട്ടയച്ച് തന്നതാണ്. പ്രവീൺ, ആ സത്യം ഒന്ന് ചാനലിന് പറഞ്ഞു കൊടുക്കൂ. അല്ല ഞാൻ ചോദിക്കട്ടെ. ഇല്ല, ഒരു കാര്യം ഇല്ലേ, ദയവായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രവീൺ സത്യം പറയട്ടെ. സത്യം പറ. നോക്കൂ, അല്ല, എന്നെ ആരെങ്കിലും കൂവി വിളിച്ചില്ലല്ലോ. ഒരാള് കൂവി വിളിച്ചില്ല. ഞാൻ സംസാരിച്ചപ്പോ ഇവിടെ ഒരാൾ സംസാരിച്ചോ? നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? ഞാൻ ഇവിടെ നിർത്തി സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ഇല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രവീണെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വാർത്തകൾ വളച്ചൊടിക്കരുത് ദയവായി. ഞാൻ കുറെ നാൾ ഈ ജോലി ചെയ്തല്ലേ. അതില്ല അല്ല, അതെ സത്യം, അത് പറഞ്ഞാൽ മതി. ഒന്നുകൂടെ പറയും. അതായത് ഇവിടെ നിന്ന് കൗൺസിലർമാർ ബഹിഷ്കരിച്ചിറങ്ങി പോകുന്നു, ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെ പ്രവർത്തകരുടെ പുറകെ ചെല്ലുന്നു. അവർ UDF കൗൺസിലർമാർക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അതിനുശേഷം അവർ കൂകി വിളിക്കുന്നു. പക്ഷേ ചാനലിൽ വന്ന വാർത്ത ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ തെറ്റായ വാർത്തയാണ്. ദയവായിട്ട് തിരുത്തണം. ഇത് ലൈവായിട്ടുണ്ടെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്നവർ ഇത് കേൾക്കണം. ഇത് ഒരു സമാധാനപരമായി നമ്മളൊരു യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗം എന്തിനാണ്? സ്റ്റേഡിയവും ജില്ലാ ജനറൽ ആശുപത്രിയും ഒക്കെ തന്നെ ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആലോചിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴത്തെ കൗൺസിലർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇടതുപക്ഷ പ്രവർത്തകർ അവർക്കെതിരെ കൂവി വിളിച്ചത്. പക്ഷെ വാർത്ത ചാനലിൽ സ്ക്രീനിൽ എങ്ങനെയാണ് വരുന്നത്? ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ എന്നുള്ളതാണ്. തെറ്റായ വാർത്ത ദയവായിട്ട് കൊടുക്കരുത്. കൂവി വിളിച്ചെന്ന് പറയുന്നതിനൊന്നും നമുക്കൊരു പ്രശ്നവും ഇല്ലല്ലോ.
പക്ഷെ അങ്ങനെ അല്ലല്ലോ, അങ്ങനെ സംഭവിക്കാത്ത കാര്യം പ്രവീൺ ഇപ്പം അത് പറഞ്ഞു. പ്രവീൺ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് പറഞ്ഞു. അല്ല മാം, ഞാൻ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ അതെ 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 പ്രവീൺ ഇപ്പൊ സത്യം കണ്ട കാര്യങ്ങൾ അതെ പ്രവീൺ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രവീൺ പറഞ്ഞു. അപ്പോൾ അത് പ്രവീണിൽ കൊടുത്ത വാർത്തയല്ല എന്ന് ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ അത് തിരുത്താനായിട്ട് പറയണം എന്നുള്ളതേ ഉള്ളൂ. മറ്റു ചാനൽ കണ്ടില്ല, എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സംഘാടക സമിതി തുടരുകയാണ് ചെയ്യുന്നത്. ചെയ്യാം. ഏഷ്യാനെറ്റ് ഇടനില നിൽക്കുന്നുണ്ടോ UDF-ന്റെ? ഇല്ലല്ലോ, അന്നേരം പറയാം. സുരേഷ് കുമാർ അടക്കം സുരേഷ് കുമാറിന്റെ വക്കാലത്തായിട്ടാണ് ഏഷ്യാനെറ്റ് വന്നിരിക്കുന്നത്. അന്നേരം എനിക്ക് ഏഷ്യാനെറ്റിനോട് പറയേണ്ട ആവശ്യമില്ല. അത് നേരിട്ട് വന്ന് ചോദിച്ചാൽ മറുപടി അല്ല, ഏഷ്യാനെറ്റ് ഇടനില നിൽക്കേണ്ട UDF-ന്റെ കേട്ടോ. നിങ്ങൾ വരൂ, ഞാൻ കാണിച്ചു തരാം പൂർത്തിയായ പദ്ധതി കേട്ടോ. നിങ്ങളുടെ ഇതേ ആളുകളല്ലേ അപ്പുറത്ത് പൂർത്തിയായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടോ ആന്റോ ആന്റണിയുടെ? 3 കല്ലിട്ട കല്ല് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കണ്ടേ? ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറിന്റെ പേര് കൃഷ്ണമോഹൻ. അപ്പോ അവരുടെ പൂർത്തിയാകാത്ത പദ്ധതിയും തുടങ്ങാത്ത പദ്ധതിയും UDF കല്ലിട്ടതാണ് അല്ലേ? അല്ലേ? ആണോ കൃഷ്ണമോഹൻ? അല്ല, UDF-ന് സ്റ്റേഡിയത്തെ കുറിച്ച് പറയാൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളത്? 15 വർഷം കേരളത്തിന്റെ ബഹുമാന്യരായിട്ടുള്ള ഗവർണർമാരെ കൊണ്ടുവന്ന് കല്ലിടിയിപ്പിച്ച സ്റ്റേഡിയം എവിടെ? കൃഷ്ണമോഹൻ എന്റെ കൂടെ ഒന്ന് വന്ന് കാണിച്ചു തരാമോ? ആ കല്ല് നമുക്ക് രണ്ടും കൂടെ ആളെ നിർത്തി ഒന്ന് കുഴിച്ചിളക്കാം അവിടുന്ന്. ആ 3 കല്ല് അവിടെ കിടപ്പുണ്ട്. അല്ല, UDF-നോട് ഞാൻ ചോദിച്ചു, വേദിയിൽ തന്നെ ചോദിച്ചല്ലോ. അപ്പോൾ അവർക്ക് ബാക്കി മറുപടികൾ കേൾക്കണമായിരുന്നെങ്കിൽ അവരുടെ നിൽക്കണമായിരുന്നു. അവരാലോചിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ യോഗം വിളിച്ചു ചേർത്തത്. അപ്പോൾ അവരിതിൽ യോഗത്തിൽ വന്നാൽ ബാക്കി കാര്യങ്ങൾക്ക് മറുപടി പറയും.